നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ തിരിച്ചടിക്കുമെന്ന പ്രഖ്യാപനത്തെ തുടർന്ന് ഇസ്രയേൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാനും ഹിസ്ബുള്ളയും മുന്നറിയിപ്പ് നൽകിയ പിന്നാലെ ആക്രമണത്തെ നേരിടാൻ നീക്കങ്ങൾ തുടങ്ങി. വളരെ തന്ത്രപരമായ നീക്കങ്ങളാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇറാൻ ഭീഷണി ഉയർത്തിയ സാഹചര്യത്തിൽ സായുധ സേനയിലെ അവധികളെല്ലാം ഇസ്രയേൽ റദ്ദാക്കി. ഏത് നിമിഷവും ആക്രമണമുണ്ടായാൽ അതിനെ നേരിടാൻ സജ്ജമായിരിക്കാൻ വേണ്ടിയാണിത്. എല്ലാ റിസർവ് സൈനികരെയും തിരിച്ചു വിളിപ്പിച്ചു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ശക്തമാക്കി. മിസൈൽ ആക്രമണം ഭയന്ന ടെൽ അവീവിലെ GPS സർവീസ് റദ്ദാക്കിയതായും റിപ്പോർട്ടുണ്ട്. എന്നാൽ മുൻപ് പരീക്ഷിച്ചിട്ടില്ലാത്തതും രഹസ്യ സ്വഭാവമുള്ളതുമായ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള, അതായത് AI ഉപയോഗിച്ചുള്ള ബോംബാക്രമണങ്ങളാണ് ഇസ്രയേൽ ഗാസയിൽ നടത്തുന്നതെന്നും ഇതാണ് സാധാരണ ജനങ്ങളുടെ കൂട്ടക്കൊലയ്ക്ക് ഇടയാക്കുന്നതെന്നും വിമർശനമുയർന്നു. AI ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനം കണ്ടെത്തുന്ന ഈ ആക്രമണ സംവിധാനത്തെ ലാവെൻഡർ എന്നാണ് പേരിട്ടിരിക്കുന്നത് എന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തിങ്കളാഴ്ച ഡമാസ്കസിലെ കോൺസുലേറ്റിൽ 2 മുതിർന്ന ജനറൽമാർ അടക്കം 7 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. F-35 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇറാൻ പറയുന്നത്. ഇറാന്റെ പതാകയുള്ള എംബസി കെട്ടിടം ആക്രമിക്കാൻ ഇസ്രയേൽ തയ്യാറാകുന്നത് ആദ്യമാണെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടി. ഹിസ്ബുള്ള നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ സിറിയയിൽ മുൻപും ആക്രമണം നടത്തിയിരുന്നു. ഇറാനിൽ നിന്നുള്ള ആയുധ നീക്കം തടയാനാണ് ഇസ്രയേൽ ശ്രമമെന്നും വിലയിരുത്തലുണ്ട്. അതിനിടെ ജീവകാരുണ്യ പ്രവർത്തകരായ 7 പേരെ ഇസ്രയേൽ ബോംബിട്ട് കൊന്നത് മനഃപൂർവ്വമാണെന്ന് US സന്നദ്ധ സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചൺ കുറ്റപ്പെടുത്തി. 7 പ്രവർത്തകരുമായി പോയ 3 വാഹനങ്ങളും കൃത്യതയോടെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നശിപ്പിക്കുകയായിരുന്നുവെന്ന് WCK മേധാവി ഹൊസെ ആൻഡ്രസ് പറഞ്ഞു. ഇസ്രയേലിന് ആയുധം നൽകുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ട് ബ്രിട്ടനിലെ 3 സുപ്രീം കോടതി മുൻ ജഡ്ജിമാരും മുതിർന്ന അഭിഭാഷകരും അടക്കം നിയമരംഗത്തെ 600 പ്രമുഖർ രംഗത്തു വന്നു. ആയുധം നൽകൽ തുടരുന്നത് ഗാസയിലെ വംശഹത്യയിൽ ബ്രിട്ടൻ പങ്കാളിയാകുന്നതിന് തുല്യമാണെന്ന് പ്രധാനമന്ത്രി ഋഷി സുനകിന് നൽകിയ കത്തിൽ അവർ ചൂണ്ടിക്കാട്ടി. ഒക്ടോബർ 7 യുദ്ധം തുടങ്ങിയത് മുതൽ UK US-നൊപ്പം ഇസ്രയേലിന് ശക്തമായ പിന്തുണയാണ് നൽകി വരുന്നത്. ഇസ്രയേലിന് ആയുധം നൽകുന്നത് നിർത്തിവെക്കാനാവില്ലെന്ന് സുനക് പ്രതികരിച്ചു. അതേസമയം കൊല്ലപ്പെട്ട 7 സന്നദ്ധ പ്രവർത്തകരിൽ 3 പേരും ബ്രിട്ടീഷ് പൗരന്മാരാണെന്നത് സർക്കാരിന് മേൽ സമ്മർദ്ദമേറ്റിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട പോളണ്ടുകാരന്റെ കുടുംബത്തോട് ഇസ്രയേൽ മാപ്പ് പറഞ്ഞ് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് പോളണ്ട് പ്രധാനമന്ത്രിയും പ്രസിഡന്റും രംഗത്തെത്തി. ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 33,037 ആയിട്ടുണ്ട്. പരിക്കേറ്റവർ 75,668 കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 62 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. 91 പേർക്കാണ് പരിക്കേറ്റത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.